മരിക്കാൻ പ്രത്യേകിച്ച് കഴിയൊന്നും വേണ്ട. ബോധം പോയ ആ ഘട്ടം തന്നെ വേണമെങ്കിൽ ചില ആൾക്കാർ മരണം വലിയൊരു സംഭവമായിട്ട് എടുക്കുമല്ലോ. അതിൻ്റെ ഒന്നും കാര്യമൊന്നുമില്ല. മരണം എന്ന് പറയുന്നത് വളരെ ഒഴിവാക്കാൻ പറ്റാത്ത നിസ്സാരമായ ഒരു കാര്യമാണെന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാവുന്നതാണ്. മരണത്തെ നമ്മൾ പർവ്വതീകരിച്ചിട്ട് വലിയൊരു സംഭവമാണെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. എന്തിനാണ് പേടിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. എനിക്ക് പേടിയേ തോന്നിയില്ല. ഇത്രയുള്ളൊരു മരണം എന്നാണ് തോന്നിയത്. ഇതൊരു മരണം തന്നെയായിരുന്നു ശരിക്കും. മരണം കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അത് ബോധമില്ലല്ലോ. പിന്നെ ബോധമില്ലാത്ത സമയത്ത് മരിച്ചുപോയില്ലേ. വിനുവാണ് എൻ്റെ ജീവൻ തിരിച്ചു കൊണ്ടുവന്നത്. അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള എൻ്റെ ജീവിത ചെലവൊക്കെ വിനു വഹിക്കണം. എന്നെ ജീവിപ്പിച്ച പുള്ളിയല്ലേ. അപ്പോൾ പിന്നെ ഇനിയുള്ള കാര്യങ്ങൾക്കൊക്കെ പുള്ളി ഉത്തരവാദിയാണ്. സ്വാഭാവികം. പുള്ളി മാത്രമാണ് എൻ്റെ ജനനത്തിന് ഉത്തരവാദി. സാധാരണ മക്കളുണ്ടായി കഴിഞ്ഞാൽ അച്ഛനമ്മയല്ലേ ഉത്തരവാദികൾ. കുട്ടികളെ ഒരു നിരപ്പിലെത്തിക്കുന്നവരെ അവരുടെ ഉത്തരവാദിത്തമാണ്. അതുപോലെയാണ് എൻ്റെ ജീവൻ രക്ഷിച്ച വിനുവാണ്. ഞാനത് ഇവിടെ വെച്ച് പറഞ്ഞു.